വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉயிருണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉயிருണരുന്നു. എന്തൊക്കെ ന്യായം നിരത്തിയാലും, അയാൾ എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും അന്ന് രാത്രി ഞാൻ എന്റെ താലിയോട് കാണിച്ചത് തെറ്റ് തന്നെയാണ്. ഞാനൊരു ഭാര്യയാണെന്ന് ഓർക്കേണ്ടതായിരുന്നു, അപ്പോഴത്തെ തടയേണ്ടതായിരുന്നു. പറ്റിപ്പോയി. ഒരു ഭാര്യ എന്നിട്ട് കൂടി പിന്നീട് പെണ്ണിനെ ആദ്യമായി ചുംബിച്ചത് അപ്പോഴേട്ടനാ. ആദ്യമായിട്ട് ഒരു ചുംബനത്തിന്റെ ലഹരി എന്റെ സിരകളിൽ പടർത്തിയത് അപ്പോഴേട്ടനാ. പക്ഷെ അതൊരു തെറ്റായിരുന്നു അപ്പോഴേട്ടൻ. അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയ തെറ്റ് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. അവസാനമായിട്ടൊരു ശ്രമം കൂടി. ശ്രീയേട്ടനോടൊപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങണം. എല്ലാം മറന്ന് ശ്രീയേട്ടന്റെ ഭാര്യയായി ഒരമ്മയായി ജീവിക്കണം എനിക്ക്. അതിനാ രാത്രി മറക്കണം. ഇന്ന് ശ്രീയേട്ടനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. എന്തൊക്കെയായാലും എന്റെ ഭർത്താവല്ലേ, ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഇല്ലാതിരിക്കില്ലല്ലോ. എന്നെ മനസ്സിലാക്കാതിരിക്കില്ല. അഥവാ ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ലെങ്കിൽ പഴയ പോലെ എല്ലാവരുടെയും മുന്നിൽ സന്തോഷം അഭിനയിച്ച് ഞാൻ ഈ ജീവിതം ജീവിച്ച് തീർക്കും. എന്നാലും അപ്പോഴെന്നെ ഇതിലേക്ക് വലിച്ചിടാൻ പാടില്ല, ഒരിക്കലും പാടില്ല. ആരെ ഈ നേരത്ത്? സമയം 5 ആവുന്നല്ലേ ഉള്ളൂ. ശ്രീയേട്ടൻ വരാറായില്ലല്ലോ. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ആണോന്നോ? ഒരുപാട്. എന്താ കാര്യം? അതൊക്കെ വിശദമായിട്ട് പറയാം. നീ നല്ലൊരു സ്ട്രോങ് ചായ എടുത്തേ. ഇപ്പൊ കൊണ്ടുവരാം. ഇത് തന്നെ അവസരം. ഇപ്പോ ശ്രീയേട്ടൻ നല്ല സന്തോഷത്തിലാ. കാര്യം പറഞ്ഞാൽ ചിലപ്പോ കേട്ടാലോ. ശ്രീയേട്ട, ദാ ചായ. ശ്രീയേട്ട, എനിക്കൊന്ന് സംസാരിക്കണം. നീ പറഞ്ഞോ, ഞാൻ കേൾക്കാം. എനിക്കെൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആകുലതകളും ആകാംക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ശ്രീയേട്ടനോട് ഷെയർ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ എനിക്ക് മറ്റുള്ളവരോടും പങ്കുവെക്കാം. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കെൻ്റെ വികാരങ്ങളെ ശ്രീയേട്ടനോടല്ലാതെ വേറെ ആരോടാ പറയാ? എന്തിനാ ഇങ്ങനെ ദിവസവും വേദനിപ്പിക്കുന്നേ? ഈ വർഷം അത്രയും ഒരിക്കൽ പോലും ശ്രീയേട്ടൻ എൻ്റെ ആഗ്രഹങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ടോ? ഞാൻ തുറന്നു പറയാ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഒരു തൃപ്തി തോന്നിയിട്ടില്ല.
എനിക്കറിയാം, ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്നൊരു ദിവസത്തോടെ തീരും. ഞാൻ ഈ വാക്കുകൾ വിശ്വസിക്കുക. എനിക്കൊരു അമ്മയാവണം ശ്രീയേട്ട. നിങ്ങളോടൊപ്പം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. അത് മാത്രമേ ഇപ്പൊ ആഗ്രഹമുള്ളൂ. നമുക്കതിനെപ്പറ്റി ആലോചിക്കാം. ഒരു മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കാം. പോരെ? മതി, എന്റെ കൂടെ ഉണ്ടായിരുന്നാ മതി, വേറൊന്നും വേണ്ട. അജുവേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്നെ ഈ ലക്ഷത്തിൽ കണ്ടോണ്ട് നോക്കിയതാ. ഇന്നെന്റെ ബർത്ത്ഡേയാ. ആഹാ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഇന്ന് ഉച്ചയ്ക്ക് എന്റെ വക ട്രീറ്റ്. ഓക്കെ? ഡബിൾ ഓക്കെ. അല്ല, നീ ഇതെങ്ങോട്ടോ? ആദ്യേട്ടന്റെ അടുത്തേക്ക്. എനിക്ക് ആദ്യേട്ടനോടൊന്ന് സംസാരിക്കണം. നീ എന്താ പറയാൻ പോകുന്നേ? ഞാൻ എന്റെ ഇഷ്ടം തോന്നുന്നു പറയാൻ പോകുക അജുവേട്ടാ. എനിക്കിങ്ങനെ നെഞ്ചി കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ഹേർട്ടിങ്. ഒരു കണക്കിന് നോക്കിയാ ആദ്യേട്ടനും അത് തന്നെയല്ലേ അനുഭവിക്കുന്നേ. തുറന്ന് പറയാതിരുന്നിട്ട് പിന്നെ ഒരു റിഗ്രഷൻ തോന്നാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ തുറന്നു പറയും. നീ പറഞ്ഞു, പക്ഷേ ഇപ്പൊ വേണ്ട. ഇങ്ങനൊരു കാര്യം കേൾക്കാനുള്ള ഒരു അവസ്ഥയിലല്ല അവനിപ്പോ. പക്ഷേ എനിക്ക് പറയണം അജുവേട്ടാ, ഇന്ന് എന്റെ ലവ് കൺഫസ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ ഞാൻ വാക്ക് കൊടുത്തതാ. അതെനിക്ക് പാലിക്കണം. ആദ്യേട്ടൻ്റെ ആൻസർ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സോടെ തന്നെയാണ് ഞാൻ ഈ തീരുമാനം എടുത്തതും. പ്ലീസ് ഡോണ്ട് ട്രൈ ടു സ്റ്റോപ്പ് മീ. എന്നാ ഞാൻ നിന്നെ തടയുന്നില്ല. നിന്റെ മനസ്സ് പറയുന്നത് പോലെ ചെയ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വേദനിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ടാണ് ഇവിടെ ആരെങ്കിലും ഒരാൾ വേദനിച്ചേ പറ്റൂ. അത് ഞാനായിക്കോട്ടെ. ഒരു പുഞ്ചിരിയോടെ ആദ്യ ലക്ഷ്യം വെച്ച് നടന്നു പോകുന്ന മീനാക്ഷിയെ നോക്കി അജു അങ്ങനെ നിന്നു. ഓയ് ആദ്യേട്ടാ, ഗുഡ് മോർണിംഗ്. ആ, നീയോ? മോർണിംഗ്. അതെന്താ മോർണിംഗിന് ഒരു ഗുഡ് ഇല്ലാത്ത? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ഏയ്, നത്തിങ്. അതെ, ഇന്നെന്റെ പിറന്നാളാ. ആണോ? ഹാപ്പി ബർത്ത്ഡേ മീനാക്ഷി. താങ്ക് യു. ആദ്യേട്ടാ, ഓഫീസ് ടൈം ആവുന്നല്ലേ ഉള്ളൂ. എന്റെ കൂടെ ഒന്ന് വരുമോ? ഒരു 10 മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കാനായിരുന്നു. എന്നോടോ? എന്നോടെന്ത് സംസാരിക്കാൻ? അത് പറയാം, അതിനല്ലേ വിളിച്ചത്. നമുക്ക് ഓഫീസിന്റെ താഴെയുള്ള ഗാർഡനിൽ ഇരിക്കാം. എന്തേ? യാ, ഓക്കെ. എന്റെ ദൈവമേ, അജുവേട്ടനോട് വാച്ച് ഓടിച്ചപ്പോ ഇത്രയും ടെൻഷനിലായിരുന്നു. ഇതിപ്പോ ബർത്ത്ഡേ തന്നെ ഡെത്ത് ഡേ ആഘോഷിക്കേണ്ടി വരുമെന്ന് തോന്നുന്നേ. മീനാക്ഷി, താൻ ഓക്കെ അല്ലേ? തനിക്കെന്തോ ടെൻഷനുള്ള പോലെ. എന്ത് പറ്റി? അത് ടെൻഷനോ? ടെൻഷനൊന്നുമില്ല ആദ്യേട്ടാ. എനിക്ക് ആദ്യേട്ടനെ ഇഷ്ടമാണ്. ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തോ ഒരു അടുപ്പം തോന്നി. അത് നോർമലായിട്ട് വെറും ഒരു ഇൻഫാക്ച്വേഷൻ ആയിട്ട് കരുതി ഞാനത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഓരോ ദിവസവും ആദ്യമായിട്ട് മുഖം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റാത്ത വിധം ആഴത്തിൽ പതിഞ്ഞുപോയി.
ഇനിയും ഇത് പറഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് തോന്നി. അതാ ഈ ദിവസം തന്നെ പറയാമെന്ന് കരുതിയത്. ആദ്യേട്ടൻ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. മീനാക്ഷി, പ്രണയിക്കുന്നത് തെറ്റല്ലല്ലോ. ഇതുപോലെ എനിക്ക് തുറന്നു പറയാൻ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ മുമ്പിൽ എനിക്കിങ്ങനെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. വലിയൊരു തെറ്റ് ചെയ്തവനെ പോലെ എനിക്ക് വേദനിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷേ ഞാൻ തെറ്റ് ചെയ്തു. ബട്ട് മീനാക്ഷി, ഐ ആം സോറി. തന്നെ ഞാൻ ആ രീതിയിൽ കണ്ടിട്ടില്ല. അജുവിനെ പോലെ യു ആർ മൈ ഗുഡ് ഫ്രണ്ട്. ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ തന്നെ ഞാൻ മോഹിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ താൻ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി. ആദ്യേട്ടാ, അതൊന്നും വേണ്ട. ആദ്യേട്ടൻ എന്നും നമുക്കിടയിൽ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. അത് ക്രോസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഇതുവരെ ചെയ്തിട്ടുമില്ല. ഈ സൈലന്റ് ക്യാരക്ടർ തന്നെയാണ് എന്നെ ആകർഷിച്ചതും. സോ മാപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അത് മാത്രമല്ല, അജുവേട്ടനോടൊഴികെ ബാക്കി എല്ലാവരോടും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം, എന്നോടും. അതുകൊണ്ട് സ്വയം ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് ഇപ്പം ഞാൻ സ്വയം പഴിച്ചുകൊണ്ടിരിക്കുക മീനാക്ഷി, റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ ഒരു ഗുഡ് ഫ്രണ്ടായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ഫ്രീഡം എടുക്കാം. ആ കുട്ടിയുടെ മാരേജ് കഴിഞ്ഞില്ലേ? ഇനി ഇങ്ങനെ സ്വയം വേദനിച്ച് ജീവിക്കുന്നതിൽ എന്താ അർത്ഥം? അജുവേട്ടൻ പറഞ്ഞു മുറപ്പെണ്ണെ ഇഷ്ടമായിരുന്നല്ലേ. അജുവേട്ടനെല്ലാം അറിയാം, എൻ്റെ ഫീലിങ്സ് ഉൾപ്പെടെ. ഇപ്പോഴും എന്നെ തടഞ്ഞതാ. ഒന്നും പറയേണ്ടത് പറഞ്ഞതാ. ആദ്യേട്ടൻ്റെ മാനസികാവസ്ഥ ശരിയല്ലെന്നും പറഞ്ഞതാ. പക്ഷേ അവൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനത് തകർന്നു പോയനെ മീനാക്ഷി. ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും എന്റെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും അവനാ. ഹി ഈസ് മൈ സോൾമേറ്റ്. അതുകൊണ്ടാണ് തന്നെ തടഞ്ഞത്. പിന്നെ താൻ പറഞ്ഞില്ലേ അവളുടെ വിവാഹം കഴിഞ്ഞെന്ന്, അത് തന്നെയാണ് ഞാൻ ചെയ്ത തെറ്റും. അതിന് ശിക്ഷ അനുഭവിക്കുന്നത് അവളും. ഓ മൈ ഗോഡ്, ഇങ്ങനെയും മനുഷ്യരുണ്ടോ? ആ കുട്ടി എന്തൊക്കെയാ സഫർ ചെയ്യുന്നത്? ആദ്യേട്ടൻ ഞാനും ഒരു പെണ്ണാ. എല്ലാ പെൺകുട്ടികളും താലിക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അത് അവളുടെ വിശ്വാസമാണ്, പ്രണയമാണ്, സുരക്ഷിതത്വമാണ്. പക്ഷേ ഇത് അയാളെ ഉപേക്ഷിക്കാൻ പറ കുട്ടിയോട്. പഴയ കാലമൊന്നും അല്ലല്ലോ ഇങ്ങനെ സഹിച്ച് ജീവിക്കാൻ. ആദ്യേട്ടൻ പറഞ്ഞ ചിലപ്പോ. ഇല്ല മീനാക്ഷി, ഞാനൊന്നല്ല. ആര് പറഞ്ഞാലും അവൾ അനുസരിക്കില്ല. തന്നെപ്പോലെ ബോൾഡ് അല്ല അവൾ. വെറും ഒരു പൊട്ടി പെണ്ണ. അത് താലി നഷ്ടപ്പെട്ട ജീവൻ തന്നെ പോയിന്ന് വിചാരിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടി. താൻ പറഞ്ഞ പോലെ താലിക്ക് ജീവനേക്കാൾ വില കൊടുക്കുന്നവൾ. അവളായിട്ട് ആ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല. പക്ഷേ ഞാൻ രക്ഷപ്പെടുത്തും. അവളെ ആ താലിച്ചരടിൽ നിന്നും ഞാൻ മോചിതയാക്കും. കാരണം ഇനി എനിക്ക് വേണം അവളെ. അത് നന്നായി. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ആദ്യേട്ടാ. എൻ്റെ ഡാഡിക്ക് അത്യാവശ്യം നല്ല ഹോൾഡൊക്കെ ഉണ്ട്. നമുക്കെന്തെങ്കിലും ചെയ്യാം. അതിന് രക്ഷപ്പെടണം. അയാൾക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ആദ്യേട്ടൻ വിഷമിക്കേണ്ട. അജുവേട്ടൻ മാത്രമല്ല, ഞാനും ഉണ്ടാവും അതിനേക്ക് വേണ്ടി. താങ്ക്സ് മീനാക്ഷി. താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ. അതൊക്കെ പിന്നെ ആവാം. ഓഫീസ് ടൈം ആയി. ആരതി ചേച്ചി എങ്ങനെ കണ്ടാൽ തീർന്നു. പോകാം. പിന്നെ ഉച്ചയ്ക്ക് എൻ്റെ വക ട്രീറ്റ് ഉണ്ട്, വന്നേക്കണം. അജുവേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫുഡ് പുറത്തു പോയി കഴിക്കാം. ഓക്കെ. ഹോ, ഒന്ന് ചിരിച്ചല്ലോ, സമാധാനായി. നീ വരുന്നില്ലേ? ആദ്യമായിട്ടും പൊക്കോ. എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. ഞാൻ വന്നേക്കാം.
ഹലോ മീനു, എന്താ നീ ഈ നേരത്ത്? അജുവേട്ടാ, ആദ്യേട്ടൻ എന്തിനാ എമർജൻസി ലീവ് എടുത്തത്? അത് നീ എങ്ങനെ അറിഞ്ഞു? ആ, അതൊക്കെ അറിഞ്ഞു. കാര്യം എന്താ അജുവേട്ടാ? അവൻ നാട്ടിൽ പോയി. വീട്ടിലെല്ലാം അറിയിക്കാനാ പോയത്. എല്ലാവരോടും എല്ലാം പറഞ്ഞു വിശ്വസിപ്പിക്കാൻ സമയമെടുക്കില്ലേ? അതാ അവൻ 3 ദിവസത്തെ ലീവ് എടുത്തത്. അതെന്തായാലും നന്നായി. വൈകുന്തോറും ആ കുട്ടിയുടെ ലൈഫ് തന്നെയാ റിസ്കിലാവുന്നത്. ആ ജീവിതം ഉപേക്ഷിച്ച് അഗ്നി തിരിച്ചു വന്ന ചിലപ്പോ മീനു, നിനക്ക് വിഷമാവില്ലേ? ഇല്ലെന്നെന്തായാലും കള്ളം പറയുന്നില്ല. ഉണ്ട്. പക്ഷേ ആ കുട്ടിക്ക് രക്ഷപ്പെടൽ ആവശ്യമല്ലേ? ഞാൻ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് നിങ്ങളിൽ ആരുടെ കൂടെ നിൽക്കണമെന്ന് അറിയില്ല മീനു. നിങ്ങൾ രണ്ടുപേരുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വിഷമം വരുന്നുണ്ട്. അഗ്നിയെ പറ്റി ചിന്തിക്കുമ്പോൾ അതിലും കഷ്ടം. എന്താ ചെയ്യണ്ടേ എനിക്കറിയില്ല. അജുവേട്ടന് ഞങ്ങൾക്ക് വേണ്ടി വിഷമിക്കാൻ മാത്രമേ കഴിയൂ. ബാക്കിയൊക്കെ വിധിയാ. എന്തായാലും ഈ കഥയ്ക്കൊരു അവസാനം ഉണ്ടാവുമല്ലോ. അതുവരെ ഇതിങ്ങനെ പോകട്ടെ. ആദ്യേട്ടൻ ഈ മീനാക്ഷിക്കോ അഗ്നിക്കോ എന്നുള്ളത് കാലം തീരുമാനിക്കട്ടെ. കാത്തിരുന്ന് കാണാം. മീനു, നീ കോളൊന്ന് കട്ട് ചെയ്തേ. ആദ്യം വിളിക്കുന്നു. അവൻ വീട്ടിൽ ചെല്ലേണ്ട സമയം ആവുന്നതേ ഉള്ളൂ. ഇതെന്താണോ ഇപ്പോ? ആ, എന്നാ കോൾ എടുത്തോ. എന്തേലും അർജന്റ് ആവും. അത് എന്നെ ഒന്ന് വിളിക്കണേ. ആ, ഞാൻ വിളിക്കാം. എന്താ എപ്പോ? എന്നിട്ട് അഗ്നി എവിടെ? അവൾ ഓക്കെ ആണോ? ശരി, നീ എന്തായാലും അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വിളിക്ക്. ശരിയടാ. ഹലോ മീനു, അഗ്നിയുടെ ഹസ്ബൻഡ് മരിച്ചു. ആക്സിഡന്റ് ആയിരുന്നു. 7:30 ഹൈവേ വെച്ച്. ആണോ? ഈ സമയത്ത് ഇങ്ങനെ പറയുന്നത് തെറ്റാണെന്നറിയാം. എന്നാലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. നന്നായി. അവ മരിക്കേണ്ടവനാ. ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി. ആ, നീ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ. അവൻ വീടെത്താറായി. എല്ലാവരെയും കൂട്ടി ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന്. ബാക്കിയൊക്കെ പിന്നെ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞു. അജുവേട്ടാ, ഇപ്പൊ ഈ കഥയുടെ ക്ലൈമാക്സ് എന്താണെന്ന് ഏകദേശം അജുവേട്ടന് മനസ്സിലായില്ലേ? ആദ്യ അഗ്നിക്കുള്ളതാ. മീനു, അജുവേട്ടാ, മമ്മി ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. ഗുഡ് നൈറ്റ്. നാളെ കാണാം. ആരൊക്കെയാ വരുന്നേ? കേറി വരിക, ഇരിക്കൂല. പ്രതീക്ഷയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഇനി ഈ രോഗമൊക്കെ മാറിയിട്ട് എന്തിനാ വിജയ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകൻ്റെ ചില കത്തുന്നത് കാണേണ്ടി വന്നില്ലേ? നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയാം. വേണ്ട ചേച്ചി, ഇപ്പൊ ഒന്നും വേണ്ട. അല്ല, മാളു? എനിക്കതിൻ്റെ മുഖം കാണാൻ വയ്യ രാജി. മിണ്ടാട്ടോ ഇല്ല, ഉരിയാട്ടോ ഇല്ല.
ആ മുറിന്ന് പുറത്ത് ഓടി ഇറങ്ങണില്ല. ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഇനി എന്തൊക്കെ കണ്ടാലാ ഈ ജീവനൊന്നങ്ങ് എടുക്കുക എൻ്റെ ഈശ്വര. ചേച്ചി, ഞങ്ങൾ വന്നത് മാളുവിനെ കൊണ്ടുപോകാനാ. എനിക്ക് തോന്നി വിജയ, അതെന്തായാലും നന്നായി. ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഇനി എന്തിനാ, കൊണ്ടുപോക്കോ. ഞങ്ങളെന്നാ മാളൂട്ടിനെ ഒന്ന് കാണട്ടെ. മുറിയിലുണ്ട്. കാവ്യ കുളിക്കാനൊക്കെ നിർബന്ധിക്കണ കേട്ടു. കുളിച്ചോ ആവോ, ചെന്ന് നോക്കാം. മാളു, കുളിച്ചില്ലേ മോളെ നീ ഇതുവരെ? അച്ഛനും അമ്മയൊക്കെ താഴെ വന്നിട്ടുണ്ട്. നിന്നെ ഈ കോലത്തിൽ കണ്ട അവർക്ക് വിഷമാവില്ലേ? ഞാൻ കുളിച്ചോളാം ചേച്ചി, ചേച്ചി പൊക്കോ. അവരൊക്കെ വന്നത് മോളെ തിരിച്ചു വിളിച്ചോണ്ട് പോകാനാ. ബാഗൊക്കെ എടുത്ത് വെക്കണ്ടേ? ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. വേണ്ട ചേച്ചി, ചേച്ചി പൊക്കോ, ഞാനെടുത്ത് വെച്ചോളാം. മോളെ മാളു, ഇതുവരെ കുളിച്ചില്ലേ നീ? എന്ത് കോലാ കുഞ്ഞേ ഇത്. ഇനി കുളിക്കാനൊന്നും നിൽക്കണ്ട, വേഗം റെഡിയാകുക. ഞങ്ങളെ കൊണ്ടുപോകാനാ വന്നേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ പ്രഭേച്ചി. എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ച് പോകുവാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട പ്രഭേച്ചി. ഇവിടുത്തെ എന്താവശ്യത്തിനും ഒരു വെളിപ്പാടകളും ഞങ്ങളുണ്ടാവും. എന്തൊക്കെയായാലും അവനും ഞങ്ങളുടെ മോനല്ലേ. എല്ലാം വിധിയാ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ എൻ്റെ രാജി. കൊണ്ടുപോക്കോ. എൻ്റെ അമ്മക്കടെ കൈപിടിച്ച് വന്ന 2 മക്കളെ വേർതിരിവോടെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ അമ്മ മറന്നു കളയല്ലേ മോളെ. ഇടയ്ക്കൊക്കെ വരണം. നിന്നെ കാണുമ്പോൾ അവരെ എനിക്ക് ഓർക്കാമല്ലോ. അതെന്തു പറച്ചില്ല ചേച്ചി, ഞങ്ങൾ മറക്കുവോ? ഇടയ്ക്കൊക്കെ വരാം. ഇറങ്ങട്ടെ. എന്തൊരു നശിച്ച മഴയാ. കാലം തെറ്റി പെയ്യുന്നതാ. വല്ല വെള്ളപ്പൊക്കത്തിനും ആവും. ചെക്കനെയാണെങ്കിൽ കാണുന്നുമില്ല. സമയം പോന്നല്ലോ. വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. എന്റെ ദേവി കാത്തോണേ. അമ്മായി അപ്പോട്ടം വരുന്നുണ്ടോ? അയ്യോ, മോളോട് പറയാൻ മറന്നുപോയി. കുറച്ച് മുന്നേ അവൻ വിളിച്ചു പറഞ്ഞേ. ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. എത്താറായി കാണും. മോൾ ഇവിടെ ഇരിക്കേ. അമ്മായി ഇവിടെ ഇരിക്കേ, ഞാൻ പോയി ഉണ്ടാക്കാം. വൈകിട്ട് മുട്ടുവേദനയാണെന്ന് പറഞ്ഞതല്ലേ, ഇനി നിൽക്കൂടെ ചെയ്താൽ നീരിറങ്ങും. വേണ്ട മോളെ, ഞാൻ പോയോ ഈ കൊച്ചിനെ കൊണ്ട്. നീ ആകെ നനഞ്ഞല്ലോ ചെക്ക. അകത്തേക്ക് കയറി വേഗം. മോളെ ആളു, ഒരു തോർത്തിങ്ങെടുത്തേ. എന്താ നീ ഇത്രയും താമസിച്ചേ? ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അമ്മായി ഇക്കടാ, നന്നായിട്ട് തുടയ്ക്കട്ടെ, ഇല്ലെങ്കിൽ വല്ല പനിയും പിടിക്കും. അമ്മായി ഞാൻ എന്നാ പൊക്കോട്ടെ, അപ്പോട്ടം വന്നല്ലോ.
ഈ മഴയത്തോ? നല്ല ഇടിയും മിന്നലും ഉണ്ട്. ഇനി രാവിലെ പോയാ മതി. അമ്മേ, ഒരു കട്ടൻ എടുത്തേ, നല്ല തണുപ്പ്. ആ, നീ നനഞ്ഞതൊക്കെ മാറ്, ഞാനിപ്പോ കൊണ്ടുവരാം. അഗ്നി, നിക്ക്. ഇതെന്ത് വേഷമാണ് നിന്റെ? മറ്റുള്ളവർക്കൊന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയും. എനിക്ക് നിന്നെ വേഷത്തെ കണ്ടിട്ട് ഒരു സങ്കടവും തോന്നുന്നില്ല. നീ രക്ഷപ്പെട്ടെന്ന് ഞാൻ കരുതുന്നുള്ളൂ. ആർക്കു വേണ്ടിയാണ് നീ ഇങ്ങനെ ആരോടും ഉണ്ടാവും ഒരു മുറിയിൽ അടച്ചിരിക്കുന്നത്? ചിറ്റപ്പനും അപ്പച്ചിയും അമ്മയും അച്ഛനും ഒക്കെ എന്ത് വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം നിനക്ക്. അവരും മാത്രമല്ല, ഞാനും. അപ്പുവേട്ടന് ഇപ്പോഴും ഒന്നും അറിയില്ല. ഒന്നും. അഗ്നി, നീ ദാ കട്ടൻ. ആഹാ, നീ ഇതുവരെ മാറിയില്ലേ? എടാ, തണുപ്പിറങ്ങിയ പനി വരും ചെക്കാ. ഒന്നാമത് നിനക്ക് അലർജി ഉള്ളതാ. ചെല്ല്, പോയി മാറ്റിയിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. അമ്മായി, ഞാൻ കിടക്കാം. എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കുമോളെ? വേണ്ട, വിശപ്പില്ല. പാവം, എങ്ങനെ നടന്നിരുന്നതാ എന്റെ കുഞ്ഞ്. എനിക്ക് സഹിക്കുന്നില്ലടാ. പഴയ പോലെ അവളൊന്ന് ചിരിച്ചു കണ്ടാൽ മതിയായിരുന്നു. ഊണുമില്ല, ഉറക്കമില്ല. വയസ്സ് 10-23 ആയിട്ടുള്ളൂ. അതിന് ഈ ഗതി വന്നല്ലോ എന്റെ ദേവി. എല്ലാരും കൂടെ കെട്ടിവെച്ച് കൊടുത്തതല്ലേ എന്റെ തലയില്? കെട്ടിവെച്ചു കൊടുത്തെന്നോ? എന്തൊക്കെയാടാ പറയുന്നേ? മരണമൊക്കെ ആരുടെങ്കിലും കയ്യിലാണോ കുഞ്ഞെ? രണ്ടുപേരും കൂടെ എങ്ങനെ ജീവിച്ചതാ? ശ്രീമോന് പ്രാണനായിരുന്നു മാളൂന്. അവൻ അവളുടെ പ്രാണൻ എടുക്കാൻ ആരണ്ട ഭാഗ്യം. ആ, ദൈവത്തിന് പോലും കുശുമ്പ് തോന്നിക്കാണും. അതാ ശ്രീമോനെ അങ്ങ് നേരത്തെ വിളിച്ചത്. ഓ പിന്നെ കുശുമ്പ്. അവരിട്ടൊരെണ്ണം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എന്ത് വിഷമം. എന്തോ നട നീ കുറെ നേരം കൊണ്ട് പെരുപെറുക്കുന്നേ? ഒന്നുമില്ല, എനിക്ക് വിശക്കുന്നു. അമ്മ അവന്റെ മഹാത്മ്യം വർണ്ണിക്കാതെ വല്ലതെടുത്ത് വെച്ചേ. വന്ന ഈ ചെക്കന് കണ്ണു തിരിഞ്ഞ സ്വഭാവമാ. ഇതൊക്കെ പെണ്ണ് കെട്ടിയുള്ള അവസ്ഥ. അവർക്ക് ഇച്ചിരി സഹന ശക്തി കൂടുതല. അവളങ്ങ് സഹിച്ചോളൂ. അതാരാടാ? ആരെയും കണ്ടുവച്ചിട്ടുണ്ടോ? അമ്മ എന്ന് പോയേ, ഒരു തമാശ പറയാൻ പറ്റില്ല. ശരി ശരി, വേഗം വാ. അമ്മായി, സമയം ഒരുപാടായി. ഇനിയും നിന്ന് നടയടയ്ക്കും. വ്രതം എടുത്തിട്ട് തീർത്ഥം കുടിക്കാതെ എങ്ങനെ ആഹാരം കഴിക്കുന്നേ? ചെല്ല്, വേഗം പോയി കുളിക്ക്. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. ആ മോളെ, പോവാ. ആ പിന്നെ ഈ ചായ അവന്റെ റൂമിലൊന്ന് വെച്ചേക്ക്. അവൻ ആരെയോ കാണാൻ പോവാന്നും പറഞ്ഞ് കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഇറങ്ങി വരുമ്പോ ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ ഈ വീടെടുത്ത് തിരിച്ചു വെക്കും. മറക്കല്ലേ മോളെ? അല്ല, ഞാൻ അഗ്നിക്ക് എങ്ങനെ എഴുതി തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുള്ള പോലെ, പക്ഷെ വാക്കുകൾ കുരുങ്ങി കിടക്കുന്നു. അഗ്നി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. നിന്റെ പേരിന് പോലും എന്റെ ഹൃദയഭാഗത്തെ നിയന്ത്രിക്കാൻ കഴിയുള്ള പോലെ നിന്റെ ഓരോ ഭാഗത്തിലും ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ആഴത്തെ എനിക്ക് വിവരിക്കാനാവുന്നില്ല.
ഒരുപാട് നാളായില്ലെങ്കിലും നിന്നോട് എനിക്ക് ഒടുങ്ങാത്ത പ്രണയമാണെന്ന് ഞാനിന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിന്നോട് നേരിട്ട് പറയാൻ ഞാൻ പലതവണ ശ്രമിച്ചതാണ്, പക്ഷെ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കത്തിന് മുതിരുന്നത്. പക്ഷെ നിന്റെ മറുപടി അതെനിക്ക് നേരിട്ട് തന്നെ അറിയണം. ഒരുപാട് പ്രതീക്ഷയോടെ അപ്പുവേട്ടൻ. അതെ, ഒരു ചെറുപ്പക്കാരന്റെ റൂമില് അവന്റെ അനുവാദം ഇല്ലാതെ കയറി അവൻ എഴുതിയ കത്ത് വായിക്കുന്നത് മോശമല്ലേ അഗ്നി? ആഹാ, ദേഷ്യമൊക്കെ വരുന്നുണ്ടല്ലോ. എന്തായാലും അത് വായിക്കേണ്ട ആള് തന്നെ വായിച്ച സ്ഥിതിക്ക് ഒരു മറുപടി പ്രതീക്ഷിച്ചോട്ടെ. വേണ്ട, ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ തന്നതല്ലേ, അന്ന് ആ രാത്രി തന്നെ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. ആ രാത്രി ഒരിക്കലും എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ല. അതൊന്നും വെറുതെ ഓർമ്മിപ്പിക്കണ്ട. അതിന് ഞാനല്ലല്ലോ, നീയല്ലേ ഇപ്പോഴല്ലേ ഓർത്തെടുത്തത്. അതിനർത്ഥം നീ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ അന്ന് നീ ശ്രീനാഥിനെ പറ്റി പറഞ്ഞതൊന്നും അല്ല ഞാൻ ഓർക്കാറുള്ളത്. അതല്ലാതെ മറ്റു പലതും നടന്നല്ലോ. നിർത്ത്, എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. അടുക്കാൻ ശ്രമിക്കണ്ട. അന്ന് എനിക്ക് തടയാൻ കഴിഞ്ഞില്ല സത്യം. പക്ഷെ അതിനർത്ഥം അപ്പുവേട്ടാ നോക്ക്, ഞാനൊരു വിധവയാണ്. ഇനിയുള്ള കാലം അങ്ങനെ തന്നെ ജീവിക്കാനാണ് എന്റെ തീരുമാനം. അപ്പുവേട്ടൻ മറ്റൊരു ജീവിതം തെരഞ്ഞെടുത്ത് ജീവിക്കാൻ നോക്ക്. അല്ലാതെ വെറുതെ എന്റെ പുറകെ നടന്ന നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ ഏത് ജീവിതം തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയോ നാട്ടുകാരോ അല്ല, അത് ഞാനാ. അത് തന്നെയാ ഞാനും പറഞ്ഞേ. എനിക്കും ഉണ്ട് എന്റേതായ തീരുമാനങ്ങൾ. ആ തീരുമാനങ്ങൾ എന്തായാലും നിന്റെ നല്ലതിനാവില്ല. അതുകൊണ്ട് അതൊക്കെ മാറ്റാൻ നീ റെഡിയായിരുന്നോ? ഒരു പ്രാവശ്യം വിട്ട് കളഞ്ഞതിന്റെ വേദന ഒരുപാട് അനുഭവിച്ചതാ ഞാൻ. ഇനി പറ്റില്ല. നീയും ചോദിച്ചില്ലേ എന്തിനാ വിട്ടുകൊടുത്തതെന്ന്. ഇനി ഒരുത്തനും വിട്ടുകൊടുക്കില്ല. മാളു മോളെ, നീ ഇതെവിടാ? വേണ്ടാത്ത ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരു കാര്യം ഓർത്തിരുന്നാ മതി, ഞാൻ ആ പഴയ അഗ്നിയല്ല, ഇനി ആവുകയില്ല. ആവണ്ട, എനിക്ക് ഈ പുതിയ അഗ്നിയെ ഇഷ്ടമായി. ഹലോ ശാലി, എന്താടി? ഒന്നും പറയണ്ട നാത്തോനെ. അപ്പൂന്റെ കാലൊന്ന് ഉളുക്കി. അയ്യോ, എങ്ങനെ? എന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ? ആ, ചെറിയ നീരും വേദനയുണ്ട്. നിന്റെ കയ്യിൽ ആ കൂട്ടുകുഴമ്പുണ്ടെങ്കിൽ മാളുവിന്റെ കയ്യിൽ ഒന്ന് കൊടുത്തുവിട. എന്റേതാണെങ്കിൽ തീർന്നു. ആടി, ഞാൻ കൊടുത്തുവിടാം. കുറഞ്ഞില്ലെങ്കിൽ വിജയേട്ടൻ വരട്ടെ, നമുക്ക് ആശുപത്രി കൊണ്ടുപോവാം. ശരി, നോക്കാം. മാളുവേ, മാളു. എന്താ അമ്മേ? അപ്പൂന്റെ കാലൊന്ന് വിളിക്കുന്നു. നീ ആ കുഴമ്പൊന്ന് കൊണ്ട് കൊടുക്ക്. ഞങ്ങളുടെ മുറിയിൽ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. ഞാനോ? അമ്മയ്ക്കങ്ങ് കൊണ്ട് കൊടുത്താ പോരെ? വിജയേട്ടൻ ഇപ്പൊ വരും. ഇവിടെ കറിയൊക്കെ ആവുന്നേ ഉള്ളൂ. നീ ഒന്ന് കൊണ്ട് കൊടുക്ക്. അല്ലമ്മേ, ഞാൻ എന്റെ കൊച്ചെ, നീ നിങ്ങൾ താളം ചവിട്ടാതെ അതൊന്ന് കൊണ്ട് കൊടുക്ക്. അവന്റെ കാലിൽ നീരുണ്ടെന്ന്. ശരി. അമ്മായി, കുഴമ്പ്. ആ, ഇങ്ങിതാ മോളെ. അമ്മയ്ക്ക് കൈ വയ്യാണ്ടിരിക്കുവല്ലേ, അവള് വയ്ക്കും.
ഏയ് അതൊന്നും സാരമില്ലടാ. ശാലി ചേച്ചി, ശാലി ചേച്ചി, ഇവിടെ ആരും ഇല്ലേ? ദാ വരുന്നു സിന്ധു. മോളെ, അത് വടക്കേലെ സിന്ധുവാ. നീ ഇതൊന്ന് പുരട്ടി കൊടുക്ക്, ഞാനിപ്പോ വരാം. സിന്ധു ചേച്ചി ആണെങ്കിൽ അമ്മ ഇനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. നാട്ടിലെ സകല ന്യൂസും പറഞ്ഞിട്ട് ഇനി അവർ പോകും. എന്തായാലും അത് നന്നായി. നീ തേക്ക്. നീ ചിരിക്കില്ലേ? എന്താ? നിനക്ക് ചിരിക്കാൻ അറിയില്ലേന്ന്. ഇല്ല. അതെന്താ? ആ പഴയ നിന്നെ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് അഗ്നി. വായാടിയും മഴക്കാളിയും മരം കയറിയൊക്കെ ആയ ആ പൊട്ടിപ്പെണ്ണിനെ. പക്ഷേ എനിക്കിനി ആരുടെയും പഴയ മാളൂട്ടി ആകണ്ട. അവൾക്ക് ആരുടെയും സങ്കടം കാണാനാവില്ല. പ്രിയപ്പെട്ടവരുടെ കണ്ണു നിറയാതിരിക്കാൻ അവൾ എന്തും ചെയ്യും, എന്തും സഹിക്കും. പക്ഷേ ഈ ഞാൻ അങ്ങനല്ല. സ്വാർത്ഥിയാണ് പോട്ടാ. അത് മതി എനിക്കിനി അങ്ങോട്ട് ജീവിക്കാൻ. നിങ്ങൾ തമ്മിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് സ്നേഹത്തോടെ കഴിഞ്ഞിട്ടാണ് അവൻ മരിച്ചതെങ്കിൽ നിന്റെ ഈ ദുഃഖത്തിനൊരു അർത്ഥമുണ്ട്. പക്ഷെ ഇത് എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടാതിരിക്കുന്നതിന്റെ മൗനമാണ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. നീ എന്തെങ്കിലും ഒന്ന് പറയാ. നീ അപ്പോഴേട്ടന് വേദന കുറഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ. ശരീരത്തിന്റെ വേദനയ്ക്ക് കുറവുണ്ട്, പക്ഷെ മനസ്സിന്റെ വേദന അതങ്ങനൊന്നും മാറില്ല. നീ ആരിൽ നിന്ന് ഒളിച്ചോടാനാ ഇങ്ങനെ ശ്രമിക്കുന്നേ? എന്നിൽ നിന്ന് തന്നെ. പക്ഷെ ഞാനതിനെ അനുവദിക്കില്ല. നീ എവിടെ പോയാലും ഞാനുണ്ടാവും പിറകെ. എനിക്ക് വേണം നിന്നെ. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉயிருണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉயிருണരുന്നു. മോളെ, അമ്മ കുടുംബശ്രീക്ക് പോവാ. അച്ഛൻ വരുമ്പോ ചായ ചൂടാക്കി കൊടുക്കണേ. ഞാനിത്തിരി താമസിക്കും. നീ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കാതെ മാളൂ. ഈ മുറിയുടെ കോല ഒന്ന് നോക്കിക്കേ. ആകെ മാറാല് പിടിച്ചിരിക്കുന്നു. മോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്. ഇങ്ങനെ വെറുതെ ഇരുന്ന ഓരോന്നോർത്ത് വിഷമം കൂടുകയുള്ളൂ. ചെല്ല്, എഴുന്നേക്ക്. അമ്മ പോയിക്കോ, ഞാൻ ചെയ്തോളാം. ഒഴുകാനുള്ളിലെ തേൻനദി, വിടരാനുള്ളിലെ വെൺമതി,
നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല. ചിറ്റപ്പനവിടെ? ഞാനൊന്ന് കാണാനാ വന്നേ. എന്തിന്? നിന്നെ എനിക്ക് കെട്ടിച്ചേരുമെന്ന് ചോദിക്കാൻ. ഇനി അതിന് മുഖം വെറുപ്പിക്കണ്ട. അതിനൊന്നും അല്ല. ചിറ്റപ്പൻ എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് വന്നതാ. അച്ഛൻ ഇതുവരെ കടയിൽ നിന്ന് വന്നില്ല. വരുമ്പോ അങ്ങോട്ട് വരാൻ പറയാം. അപ്പോട്ടും പോക്കോ. നിനക്കല്ലേ പറഞ്ഞുവിടാൻ അത്രയ്ക്ക് ദുർജയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നോളാം. കണ്ടിട്ടേ പോകുന്നുള്ളൂ. അത് അച്ഛൻ വരാൻ താമസിക്കും. അത് സാരമില്ല. ചിറ്റപ്പൻ വരുമ്പോഴേക്കും നമുക്ക് ഈ ബുക്കൊക്കെ ഒന്ന് എടുത്തു വെക്കാം. ഇത് കുറെ ഉണ്ടല്ലോ. ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. അപ്പോഴൊന്ന് പോയേ. നിനക്ക് പേടിയാണോ എന്നോട് അടുത്ത് പോകുമെന്ന്? എനിക്കാരെയും പേടിയൊന്നുമില്ല. പക്ഷെ അപ്പോഴാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ശരി ശരി, ഞാൻ കാരണം നീ ഇനി ബുദ്ധിമുട്ടണ്ട. വന്നിരുന്നെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നാളെ വന്ന് കണ്ടോളാം. പിന്നെ ഇപ്പൊ ഞാൻ പോകുന്നു. പക്ഷേ ജീവിതകാലം മുഴുവൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ എന്റെ തീരുമാനം. നീ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ പറയാതെ വരുന്നത് എന്തിനാ ചക്ക? രാവിലെ വിളിച്ചപ്പോഴും ഞാൻ നിന്നോട് ചോദിച്ചല്ലേ ഇന്ന് വരുവോന്ന്. അപ്പൊ പറഞ്ഞു വരുന്നില്ലെന്ന്. പറയാതെ വന്നാലല്ലേ പലരെയും കാണാൻ പറ്റൂ. എന്താ നീ പറഞ്ഞേ? അതൊന്നും എന്തെന്നെ മനഃപൂർവ്വമാണോ? ചില ആഴ്ചയിൽ ജോലി കൂടുതലാണെങ്കിൽ വരാൻ പറ്റില്ല, ചില ആഴ്ചയിൽ വരാൻ പറ്റും. അത് അവിടുത്തെ അവസ്ഥ പോലൊക്കെ ഇരിക്കും. അതുകൊണ്ടല്ലേ ഞാൻ പറയാത്തെ. ഇപ്പോ ഞാൻ വരുന്നോണ്ട് എന്താ പ്രശ്നം? നീയിടെയായി എല്ലാ ആഴ്ചയിലും വരുന്നുണ്ടല്ലോ. ആവശ്യം എന്റേതായി പോയില്ലേ. റിസ്ക് എടുക്കാതെ പറ്റില്ല. എന്തോന്ന്? അതൊന്ന് എനിക്ക് എന്നെ കാണാൻ തോന്നുമ്പോ റിസ്ക് എടുത്ത് വരുന്നതല്ലേ. ഓ, അമ്മയോട് എന്താ ഒരു സ്നേഹം. നീ കഴിക്ക്. മോള് പോയി കിടന്നോ, ഞാനിതൊക്കെ എടുത്തു വെച്ചോളാം. അനുവാദമില്ലാതെ റൂമിലേക്ക് വന്നതിനും ഇതിട്ട് തന്നതിനും. ഞാൻ കാണുന്ന നാളെ തൊട്ട് നിന്റെ കാലിൽ പാദസരമുണ്ട്. ഇപ്പോ അതവിടെ ഇല്ലാതിരിക്കുമ്പോ എന്തോ ഒരു വിഷമം. അതാ ഞാനിത് വാങ്ങിയേ. നേരിട്ട് തന്നാ നീ വാങ്ങിയില്ലെന്നറിയാം. അതുകൊണ്ടാ ഇങ്ങനെ ചെയ്തേ. സോറി കേട്ടോ. എനിക്കറിയാം നാളെ നീ ഇതിന്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കുമെന്ന്. സാരമില്ല. എന്നാലും ഇത് നിന്റെ കാലിൽ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാ. അതവിടെ കിടക്കട്ടെ.
ഇത് മോളെപ്പോഴായിട്ടെ? ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് ഇന്നലെ എന്റെ കയ്യിലുണ്ടായിരുന്ന അമ്മായി. രാത്രിയില് വെറുതെ ഇട്ടതാ. ആ, നീ വന്നോ? നിക്ക്, ചായ എടുത്തു തരാം. കാണിച്ചേ, നോക്കട്ടെ. അതെന്തായാലും നന്നായി മോളെ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേടാ അപ്പു? പിന്നെ നല്ല ഭംഗിയുണ്ട്. പുതിയതാണോ? അതെ. അത് നിനക്കെങ്ങനെ അറിയാം? അത് കണ്ടാൽ അറിഞ്ഞൂടെ? പക്ഷേ എനിക്കിത് ഇഷ്ടായില്ല അമ്മായി. ഞാൻ ഊരി വെക്കാൻ പോവാ. വേണ്ട മോളെ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. അതവിടെ കിടക്കട്ടെ. അമ്മായി, എന്നാ ഞാൻ പോട്ടെ. കഴിച്ചിട്ട് പോകാം മോളെ. വേണ്ടമ്മായി, എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. എന്നാ ഇവന്റെ പേരിൽ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ കഴിച്ചേരെ. ശരി, എന്നാ ഞാൻ ഇറങ്ങുക. നിക്ക്, അപ്പോ വഴിപാടിനുള്ള കാശെടുത്തു കൊടുക്ക്. വാ. എനിക്ക് അപ്പുവേട്ടനോടൊന്ന് സംസാരിക്കണം. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് വടക്കേ തൊടി വരെ ഒന്ന് വരണം. ഞാനവിടെ കാണും. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? പറഞ്ഞോ. സംസാരിക്കാൻ മാത്രമല്ല, ഇത് തരാൻ കൂടിയാ വരാൻ പറഞ്ഞത്. ഇതെനിക്ക് വേണ്ട. അപ്പോഴോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല. സഹതാപമാണോ എന്നോട്? എനിക്ക് വേണ്ട. ഇനി അപ്പോഴും എന്തൊക്കെ ചെയ്താലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആവും. എന്നോട് അടുക്കാൻ ശ്രമിക്കണ്ട പ്ലീസ്. വെറുതെ വിട്ടേക്ക്. ഞാൻ എന്റെ പാട് നോക്കി ജീവിച്ചോളാം. എല്ലാ ആഴ്ചയിലും പറയാതെ വരുന്നത് എന്നെ കാണാനാണെന്ന് എനിക്കറിയാം. ഇനി അങ്ങനെയൊന്നും വേണ്ട. എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണെങ്കിൽ ഇനി എന്റെ കൺമുമ്പിൽ വരരുത്. നീ നല്ലൊരു ജീവിതം അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതെനിക്ക് നൽകാനാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതിലുപരി ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിന്റെ അനുവാദം പോലും ചോദിക്കാതെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചത്, ശ്രമിച്ചത്. അത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ സോറി. ഇനി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ നിന്റെ മുമ്പിലേക്ക് വരില്ല. സത്യം. അപ്പോഴെന്നെ ഇതൂടെ കൊണ്ടുപോക്കോ. എനിക്കിത് വേണ്ട. പല നാളലഞ്ഞ മറുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുമ്പിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ, വിരിയാനൊരുങ്ങി നിൽക്കയോ.